സ്ഥാനീയനായിട്ടുള്ള ബഹുമാന്യനായ സുഹൃത്ത്, ഇവിടെ ഉദ്ഘാടനം ചെയ്ത അഭിനന്ദനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ മനോഹരമായൊരു ആമുഖ ഭാഷണം നടത്തിയ ബഹുമാന്യനായ ഡോക്ടർ ജോസഫ് മാർ തോമസ്, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യനായ സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ സെക്രട്ടറി കെ എം ഷാജി സാഹിബ്, അഭിനന്ദനായ സന്ദീപ് വാര്യർ, DCC മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സ്നേഹധന്യനായ VS ജോയ്, മറ്റു വേദിയിലെ സദസ്സിലെ സ്നേഹധന്യരായ സഹോദരന്മാർ, സുദീർഘമായി പ്രസംഗിക്കുന്നില്ല, കാരണം അത്രയും ദീർഘമായി പ്രസംഗിക്കാൻ കഴിയുന്ന ഒട്ടേറെ പേർ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ കാത്തിരിക്കുകയാണ്. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ 40ാം വാർഷിക പരിപാടിയുടെ ഭാഗമായി ഹാദിയ നടത്തുന്ന ഈ ഒരു പരിപാടി ഒരു മാനവിക സംഗമം എന്ന പേരിൽ തന്നെ നടത്തപ്പെടുമ്പോൾ നമ്മളേറെ ആലോചിക്കേണ്ട കാര്യം ഒരു സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ നവോത്ഥാനം തന്നെയാണ് ആ സമൂഹത്തിൻ്റെ സാംസ്കാരിക വികാസത്തിൻ്റെ പ്രധാനപ്പെട്ട ചാലക ശക്തി എന്ന് ഇവിടെ ബഹുമാന്യരായ എൻ്റെ സഹോദരന്മാർ വിളിച്ചു പറയുകയാണ്. വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിനാണ് സാംസ്കാരികമായി വളരാനും വളർത്താനും സാധ്യമാകുന്നുള്ളൂ. ആ വിദ്യാഭ്യാസം മതബോധത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഭൗതികമായ അർത്ഥത്തിലുള്ള ജ്ഞാനാന്വേഷണങ്ങളുടേതുമാകുമ്പോൾ ആ വഴിയെല്ലാം ചേരുന്നൊരു സാംസ്കാരികമായൊരു പ്രബുദ്ധത അവർക്ക് ലഭ്യമാകുന്നു. ദാറുൽ ഹുദയെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ പറയേണ്ടതില്ലാത്ത വിധം അത്രമേൽ പ്രഗത്ഭമായി നിൽക്കുന്ന ഒട്ടേറെ പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു വന്ന് പിന്നീട് ലോകപ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ പഠനം നടത്തിയും അവിടെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പ്രശസ്തരായി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഇന്ത്യയുടെ ദാർശനിക വൈപുല്യത്തെക്കുറിച്ച് പറഞ്ഞയാളാണ് ശ്രീ വിവേകാനന്ദൻ. ഇന്ത്യയുടെ ദാർശനിക വൈപുല്യത്തെക്കുറിച്ച് പറഞ്ഞയാളാണ് ശ്രീ വിവേകാനന്ദൻ, സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം പറയുന്നുണ്ട്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം കുറേ വിവരങ്ങൾ കൂട്ടിവെക്കലല്ല. എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ദ എമൗണ്ട് ഓഫ് ഇൻഫോർമേഷൻ that is put your brain and runs right there undigested all your life. ജീവിതം മുഴുക്കെ ഇങ്ങനെ ദഹിക്കാത്ത കുറേ വസ്തുതകൾ പഠിച്ചു വച്ചുകൊണ്ട് മറക്കാനാവാതെ അവസാനം എവിടെയെങ്കിലും കൊണ്ടുപോയി ഛർദ്ദിക്കുന്ന പോലെ ചോദ്യത്തിന് ആൻസർ എഴുതാൻ വേണ്ടിയിരിക്കുന്ന ഉത്തരക്കടലാസിന് മാത്രമായി ഛർദ്ദിച്ച് അവസാനിപ്പിച്ചു പോകുന്നതല്ല വിദ്യാഭ്യാസം. അതല്ല വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം മാനവികതയെ ഉണർത്തുന്നതാണ്, മനുഷ്യത്വത്തെ ഉണർത്തുന്നതാണ്. അതൊരു സമൂഹത്തിൻ്റെ ജീവിത സ്പന്ദനത്തിന് ആവശ്യമാകുന്ന വിധം ഒരു കൃത്യമായ ചില ഐഡിയകളെ, ചില പ്രത്യേകമായിട്ടുള്ള ചില ആശയങ്ങളെ അത് സന്നിവേശിപ്പിക്കാൻ സാധ്യമാകുന്നിടത്താണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എന്നാണ് സ്വാമി വിവേകാനന്ദൻ സൂചിപ്പിച്ചത്. ഇതാണ് യഥാർത്ഥത്തിൽ മതം നൽകുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ജ്ഞാന സ്വഭാവത്തെയും കൂടി നമ്മൾ അങ്ങനെ തന്നെ കാണണം. എവിടെയാണ് മനുഷ്യൻ എന്ന് പഠിപ്പിക്കുന്നിടത്താണ് മതത്തിൻ്റെ ജ്ഞാനശാസ്ത്രം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അഭിനന്ദനായ തങ്ങളിവിടെ സൂചിപ്പിച്ചു, വിശുദ്ധ ഖുർആൻ പറയുന്നു, വലഖദ് കർറംനാ ബനി ആദം, മനുഷ്യപുത്രനെ നാം ബഹുമാനിച്ചു എന്നാണ്. ആ മനുഷ്യപുത്രൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴിയും അവന് കിട്ടേണ്ട ഭക്ഷണത്തിൻ്റെ, അവൻ്റെ യാത്രാ സൗകര്യങ്ങളുടെ, അവൻ മറ്റെന്തിനേക്കാളും ഉത്കൃഷ്ടമായ ഒരു ജീവിതമായി മാറുന്നതിൻ്റെ കഥ പറയുകയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്തത്. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും അവനെ യാത്ര ചെയ്യിപ്പിച്ചു. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്, ഉത്കൃഷ്ട ഭക്ഷണങ്ങൾ അവന് നൽകി. എന്ന് മാത്രവുമല്ല, വഫല്ലൽനാ, നാം അവനെ ശ്രേഷ്ഠമാക്കി, എല്ലാ ജീവജാലങ്ങളെക്കാളും ശ്രേഷ്ഠമാക്കിയിട്ടാണ് നാം അവനെ ഏറ്റവും പവിത്രീകരിച്ചു എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. ആ മനുഷ്യനാണ് പ്രധാനം എന്നതാണ് പ്രധാനം. അതുകൊണ്ടാണ് എന്താണ് ദൈവരഹസ്യം എന്ന് ചോദിക്കുന്നുണ്ട് ഒരിക്കൽ ഋഷിയോട്, ആചാര്യനോട് ശിഷ്യൻ.
ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരമാണ്, ഗൂഢം ബ്രഹ്മം യദിദം വോ ബ്രവീമി ന മാനുഷാത് ശ്രേഷ്ഠതരം ഹി കിഞ്ചിത് എന്ന്. ഗൂഢമായ ബ്രഹ്മരഹസ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അതിതാണ്, ന മാനുഷാത് ശ്രേഷ്ഠതരം ഹി കിഞ്ചിത്. മനുഷ്യനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്നില്ല എന്ന വസ്തുതയാണ്. മനുഷ്യനേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്ന് പറയാനില്ല എന്നർത്ഥം. ആ മനുഷ്യനെ കുറിച്ച് പറയാനാണ്, ആ മനുഷ്യത്വത്തെക്കുറിച്ച് ഉദ്ഘോഷണം നടത്താനാണ് പ്രവാചകന്മാർ വന്നത്. ഏകനാകുന്ന ദൈവത്തെക്കുറിച്ച്, ഏകമാകുന്ന മാനവികതയെക്കുറിച്ച്. ഏകനാകുന്ന ദൈവത്തെക്കുറിച്ച് പറയാതെ ആരാ പോയത്? ലോകത്ത് വന്ന എല്ലാവരും പറഞ്ഞു, എല്ലാ മതാചാര്യന്മാരും പറഞ്ഞു, ഏകം സത് വിപ്രാ ബഹുധാ വദന്തി. സത്ത്, അതായത് അൾട്ടിമേറ്റ് ട്രൂത്ത്, ആത്യന്തികമായ സത്യം ഒന്നേയുള്ളൂ. സദേവ സൗമ്യ അഗ്രേ ആസീത്. നേരത്തെ തന്നെ പ്രപഞ്ചത്തിലുണ്ടായിരുന്ന, പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേയും ഇവിടെ ഉണ്ടായിരുന്നത് ഒന്നേയുള്ളൂ, അത് സദ്, അത് ഈ അൾട്ടിമേറ്റ് ട്രൂത്ത് അഥവാ ഈ ആത്യന്തികമായ സത്യമാണ് എന്ന് ഉപദേശിക്കുന്നുണ്ട് ഋഷി തൻ്റെ മകനെ. ആ ആത്യന്തിക സത്യത്തെക്കുറിച്ചാണ് പ്രവാചകന്മാരെല്ലാവരും പറഞ്ഞു വച്ചത്. ശാസ്ത്രം പോലും പറയുന്നത് അങ്ങനെ തന്നെയാണ്. അന്വേഷിച്ച് പോയാൽ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരൊറ്റ സത്യം മാത്രം എന്ന് പറയുന്നു ലോകപ്രശസ്തനായ ശാസ്ത്രകാരൻ സ്റ്റീഫൻ ഹോക്കിംഗ്. ഈ പ്രപഞ്ചം എവിടെ നിന്ന് തുടങ്ങിയെന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട് അദ്ദേഹം. എന്തുകൊണ്ട് ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നു എന്ന ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. വൈ ഇറ്റ് ഈസ് എക്സിസ്റ്റിംഗ്. എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നത്? ആ ചോദ്യത്തിന്റെ ഉത്തരം തേടി പോകാൻ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. ആ ചോദ്യം എൻ്റെ ചോദ്യം മാത്രമല്ല, ആ ചോദ്യം ഒരു എഞ്ചിനീയറുടെ, ഒരു ഡോക്ടറുടെ, ഒരു ഫിലോസഫറുടെ, ഒരു മത്സ്യത്തൊഴിലാളിയുടെ, അങ്ങനെ ജീവിതത്തിൻ്റെ ഏതു വഴിയിലുള്ള മനുഷ്യൻ്റെയും ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ പിന്നാലെ പോയാൽ വി വിൽ ഫൈൻഡ് ദ മൈൻഡ് ഓഫ് ഗോഡ്. നാം ദൈവത്തിൻ്റെ മനസ്സു കാണും. ഇഫ് വി ഫൈൻഡ് ദാറ്റ് ആൻസർ, ദാറ്റ് വിൽ ബി ദ ട്രയംഫ് ഓഫ് ഹ്യൂമൻ റീസൺ. മനുഷ്യയുക്തി ഇന്നേ വരെ അന്വേഷിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരത്തിലേക്ക് എത്തണോ, അത് ദൈവത്തിൻ്റെ മനസ്സു കണ്ടെത്തുന്നോടത്താണ് എന്ന് പറയുന്നത് ആധുനിക കാലം കണ്ട ഏറ്റവും പ്രഗത്ഭരിൽ ഒരാൾ കൂടിയായിരുന്ന സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിംഗ് ആണ്. ഞാനിത് പറയാൻ കാരണം, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒന്നായി അത് മാറുകയാണ്. മറ്റൊന്നെന്താണ്? മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വത്തിൻ്റെ ഏകതയാണ്. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണണമെന്ന് പഠിപ്പിക്കുകയാണ്. ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു മക്കയിലെ ഏറ്റവും വലിയ വിജയത്തിന്റെ ഔന്നത്യത്തിൽ നിൽക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിളിക്കാറുണ്ടായിരുന്നത് ഐന ബിലാൽ എന്നാണ്. എവിടെ ബിലാൽ? ഏതു ബിലാൽ? മക്കയിൽ ഒരിക്കലൊന്ന് ഉറക്കെ ശ്വസിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത വിധം ജീവിച്ചു പോയ ബിലാൽ റളിയല്ലാഹു അൻഹു. ആ ബിലാലിന്റെ കൈ പിടിച്ചിട്ടാണ് വിജയത്തിന്റെ ഔന്നത്യങ്ങളിലേക്ക് മുഹമ്മദ് മുസ്തഫ ചെല്ലുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ വിജയത്തിന്റെ ആഹ്ലാദകരമായ മുഹൂർത്തത്തിന്റെ ബാങ്കുലി മുഴക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നത് ആ കറുത്തു കാപ്പിരിയായ, ഒരിക്കൽ അടിമത്വത്തിന്റെ സകലമാന പാരതന്ത്ര്യത്തിന്റെയും മുഖം പേറിയിരുന്ന ഒരു മനുഷ്യനെ അത് ഏൽപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ ഏൽപ്പിക്കപ്പെടുന്നോടത്ത് മനുഷ്യത്വമാണ് പ്രധാനം എന്ന് പറയുകയാണ്. ആ മനുഷ്യത്വം പ്രധാനം. ഒരുതരം സമദർശനമാണ് ലോകത്തെ എല്ലാ മതാചാര്യന്മാരും വിളംബരം ചെയ്തത്. വിദ്യാവിനയ സമ്പന്നനായ വലിയ പണ്ഡിതൻ, വലിയ ബ്രാഹ്മണൻ, വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവിഹസ്തിനി. ഗോവും അതുപോലെ തന്നെ ആനയും ശുനിജൈവ സ്വഭാഗേജ പണ്ഡിത സമദർശിന എന്നാണ്. ശുനി, നായയും നായയെ തിന്നുന്നവനും എല്ലാം പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ്. എല്ലാത്തിനെയും ഒന്നായി കാണാൻ സാധ്യമാകുന്ന ഒരു വലിയ മാനവിക തലം സൃഷ്ടിക്കുക എന്ന് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നു. പക്ഷേ എവിടെന്നാ പ്രശ്നം വരുന്നത്? എന്തിനെയാണ് എങ്ങനെയെന്ന് വ്യാഖ്യാനിക്കാൻ അറിയുന്ന മനുഷ്യരുണ്ടാകണം. മനുഷ്യൻ കേവലം ചില പുസ്തകങ്ങൾ വായിച്ചു പഠിച്ചവനല്ല. അതാണ് ഇവിടെ അഭിനന്ദനായ തങ്ങൾ സൂചിപ്പിച്ചത്. അവന്റെ കാരുണ്യം, അവന്റെ സ്നേഹം, അവന്റെ ആർദ്രത, ഇത് പ്രധാനമാണ്. അവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭേദമൊന്നുമില്ല. എല്ലാ മനുഷ്യരും അവിടെ ഒന്നേ പോലെ നിൽക്കുന്നു. കരുണയുള്ള മനുഷ്യൻ, സ്നേഹമുള്ള മനുഷ്യൻ. കയ്യിൽ വെള്ളം കൊടുക്കാൻ വേണ്ടി വരുന്ന സ്ത്രീയോട് എനിക്കൊരൽപ്പം വെള്ളം തരുമെന്ന് ചോദിക്കുമ്പോൾ അങ്ങ് ഉന്നത കുലജാതനല്ലയോ
ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് വെള്ളം തരുന്നത് എന്ന ചോദ്യം ചോദിക്കുന്ന സമരിട്ടൻ സ്ത്രീയുടെ മുമ്പിൽ ഞാനൊരു മനുഷ്യ സ്ത്രീയോടാണ് വെള്ളം ചോദിച്ചതെന്ന് പറയുന്ന യേശുവിനെ പോലെ. എന്താണ് എൻ്റെ ധർമ്മമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്ന മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ധർമ്മമുണ്ട്. അതിതാണ് മനുഷ്യത്വത്തിൻ്റെ ഉദ്ധാനമാണ് ഞാൻ ഏൽപ്പിച്ച ധർമ്മം എന്നാണ്. നുരീദു അന്ന മുന്ന അലല്ലദീന സ്തുൽഇഫു ഫിൽ അർള്. ഭൂമിയിലെ ദുർബലന്റെ അവന്റെ നന്മ നേരുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഖുർആൻ അവിടെ രണ്ട് കാര്യം പറയാൻ. നുരീദു അന്ന മുന്ന അലല്ലദീന സ്തുൽഇഫു ഫിൽ അർള്. ഭൂമിയിലെ ദുർബലൻ, എഴുന്നേറ്റു നടക്കാൻ പോലും സാധ്യമാകാത്ത ദുർബലൻ, ആ ദുർബലന്റെ നവോത്ഥാനമാണ് നാം ആഗ്രഹിക്കുന്നത്. അവനെ ഭൂമിയുടെ രാജാവാക്കാൻ, അവൻ ഭൂമിയുടെ അനന്തരാവകാശിയാകാൻ നാം ആഗ്രഹിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ. അതേ ആയത്തിന്റെ തൊട്ടടുത്തായി അള്ളാഹു പറഞ്ഞു, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ കിരാതനായ മനുഷ്യൻ എന്ന ഭരണാധികാരിയുടെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം എന്താണ്? ആ രാഷ്ട്രീയം ഇന്നതാണ്. ഇന്ന ഫിർഔന അലാ ഫിൽ അർള് വജഅല അഹ്ലഹാ ശിയഅ. മനുഷ്യനെ വിഭജിക്കുന്ന രാഷ്ട്രീയം, ഡിവൈഡ് ആൻഡ് റൂൾ, പരസ്പരം തമ്മിലടിപ്പിക്കാൻ സാധ്യമാകുന്ന രാഷ്ട്രീയം. ഖുർആൻ ആ രാഷ്ട്രീയത്തെ നിർവചിച്ചു. ഇന്ന ഫിർഔന അലാ ഫിൽ അർള്. ഫറോവ ഭൂമിയുടെ അധികാരം ഏറ്റെടുത്തിട്ട് ചെയ്ത പണി വജഅല അഹ്ലഹാ ശിയഅൻ. ജനങ്ങളെ അവൻ വർഗീകരിച്ചു. പ്രജകൾക്കിടയിൽ വർഗീകരണം ഉണ്ടാക്കുക എന്ന് പറയുന്ന കുടില രാഷ്ട്രീയ തന്ത്രം ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവരെല്ലാം ഫറോവീയ രാഷ്ട്രീയത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് പറഞ്ഞു വച്ചു ഖുർആൻ. അതൊന്നിങ്ങനെ നിരന്തരം നടക്കുന്നു. 940 കൺപൂരിൽ ലഹള ഉണ്ടാകുമ്പോൾ അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ചു. ആ കമ്മിറ്റിയുടെ പഠനാനന്തരം ആ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ട് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ കമ്മ്യൂണൽ അഥവാ വർഗീയമായിട്ടുള്ള ചേരിതിരിവുകളുടെ പ്രധാനപ്പെട്ട കാരണം എന്നതിനെക്കുറിച്ച് വലിയൊരു പഠനം നടത്തിയൊരു വളരെ പ്രഗത്ഭനായ ഒരു ചരിത്രകാരനാണ്. കമ്മ്യൂണലിസം ഇൻ ഇന്ത്യ. അദ്ദേഹം ആ പുസ്തകത്തെ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്. അദ്ദേഹം പറയല്ല, ഈ കമ്മീഷൻ ഇങ്ങനെ പറയുന്നു: വി കൺസിഡർ therefore an attempt to remove the historical misconception is the first and the most indispensable step in the solution of Hindu-Muslim problem. ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം പ്രശ്നം തീർക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഹിസ്റ്റോറിക്കൽ മിസ്കൺസെപ്ഷൻസ്, ചരിത്രപരമായ തെറ്റുധാരണകളെ മാറ്റണം. എവിടെ നിന്നൊക്കെ ഉണ്ടാക്കി വെച്ച തെറ്റുധാരണകൾ, ചരിത്രത്തെ അതിൻ്റെ നേരായ അർത്ഥത്തിൽ സമീപിക്കാൻ സാധ്യമാകാത്തോളം കാലം രാജ്യത്ത് വർഗീയത ഇല്ലാതാകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ വയ്യ എന്ന് മഹാത്മാഗാന്ധിയും കൂടി പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം. ഈ വർഗീകരണമാണ് ഏറ്റവും വലിയ അപകടം. മനുഷ്യനെ വർഗീകരിച്ചു, ഹിന്ദുവാക്കി, മുസ്ലിമാക്കി, അപരനാക്കി. അതാണ് പ്രധാനം, അപരനാക്കി. ആ അപരത്വ നിർമ്മിതിയുടെ എല്ലാത്തരം ദോഷവും രാജ്യം ഇന്ന് അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്നേഹത്തിന്റെ കട എന്നൊരു പ്രഗത്ഭനായ രാഷ്ട്രീയക്കാരൻ പറഞ്ഞു വച്ചത്. ആ സ്നേഹത്തിന്റെ കടയിലേക്ക് അഭിനന്ദനായ സന്ദീപ് വാര്യർ സ്വാഗതം ചെയ്യപ്പെട്ടതും അതുകൊണ്ടാണ്. ആ വലിയ ഒരു കാലുഷ്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. അതിനെതിരായിരുന്നു മഹാത്മാഗാന്ധി, അതിനെതിരായിരുന്നു നെഹ്റു, അതിനെതിരായിരുന്നു ആസാദ്. മഹാത്മാഗാന്ധിയും ആസാദും നെഹ്റുവും പട്ടേലും ഉണ്ടാക്കി തന്ന ഇന്ത്യ എന്ന് പറയുന്ന ഒരു ദേശസങ്കല്പമുണ്ട്. അതാണ് നെഹ്റു അദ്ദേഹത്തിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതുന്നത് തന്നെ. അദ്ദേഹം അതിൽ ആദ്യം നന്ദി പറയുന്നത് മൗലാന ആസാദിനാണ്. ജയിലിൽ കിടക്കുമ്പോൾ ആസാദ് എൻ്റെ പുസ്തകത്തിന്റെ തിരുത്തൽ നടത്തിയ പ്രഗത്ഭനായ ചരിത്ര പണ്ഡിതനായിരുന്നു എന്ന്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകത്തിന്റെ ഒരു വലിപ്പം നമ്മൾ ആലോചിക്കണം. 3 തവണ ജയിലിൽ കിടന്നു, 3 തവണ വലിയ പുസ്തകം കിട്ടി. ഒന്ന് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി, അദ്ദേഹത്തിന്റെ മകൾക്ക് അദ്ദേഹം എഴുതിയ പുസ്തകം. അതൊരു പുസ്തകമാണ്, ചരിത്ര പുസ്തകമാണ്. ഓരോ കത്തും ചരിത്രമെന്ന് പറയുന്ന കടല് ഒരു കമണ്ടലുവിൽ ഒതുക്കിയ പോലെ ചേർത്തു വെച്ച ഒരു പുസ്തകമാണത്. അതുപോലെ മറ്റൊരു പുസ്തകമാണ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആത്മാവിലേക്ക് അദ്ദേഹം നടത്തിയ ഒരു യാത്രയാണ്. മറ്റൊരു പുസ്തകമാണ് ദ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. ഈ പുസ്തകങ്ങൾ എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രഗത്ഭനായ തൻ്റെ സുഹൃത്ത് എന്ന് അദ്ദേഹം പറഞ്ഞത് മൗലാന ആസാദിനെയാണ്. ഏതായി ആസാദ്? അദ്ദേഹത്തിന്റെ പേര് നമ്മൾ ഇങ്ങനെ കൂടി അങ്ങ് കേൾക്കുമ്പോൾ പേടിച്ചു പോകും. അതായത് മുഹിയുദ്ദീൻ ആസാദാണ്. മുഹിയുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്.
മുഹിയുദ്ദീൻ, അങ്ങ് അറബ് ദേശത്തു നിന്ന് വന്ന മുഹിയുദ്ദീൻ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ ദേശസങ്കല്പങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു വലിയ ശിരസ്സായി നിൽക്കുന്ന കാഴ്ച നാം കാണുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായി, ഇന്ത്യയുടെ ആദ്യത്തെ ക്യാബിനറ്റിൽ, നെഹ്റുവിൻ്റെ ക്യാബിനറ്റിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മൗലാന ആസാദാണ്. ഒരു തരം വിവേചനങ്ങൾക്കും ഒരു തരം വിദ്വേഷത്തിനും ഒരു തരം ഭേദത്തിനും ഇടം കൊടുക്കാത്ത വിധം ജീവിക്കാൻ പഠിപ്പിച്ചു തന്ന ഒരു ദേശസങ്കല്പമാണ് ഇന്ത്യ. അത് ഗാന്ധിജിയുടെ, നെഹ്റുവിൻ്റെ, ആസാദിൻ്റെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ടു. എന്നല്ല ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, അത് ഇന്ത്യയുടെ സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തേക്ക് പോകുന്ന ഇന്ത്യയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഭേദാതീതമായ കൽപ്പനയാണ്, ഈ ചിന്തയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയെക്കുറിച്ച് എഴുതിയ ഏറ്റവും മനോഹരമായ വാക്കുകൾ ഇങ്ങനെയാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ എത്രയോ നൂറ്റാണ്ടുകളിലൂടെ അതിങ്ങനെ കടന്നു പോരുമ്പോഴും അവിടെ ഉണ്ടായിരുന്നത് എല്ലാ വൈവിധ്യങ്ങളെയും ചേർത്ത് വെക്കാൻ സാധ്യമാകുന്ന ഒരു പൂന്തോട്ടാണ്. ഫ്രം ദ പീരീഡ് ഓഫ് ഋഗ്വേദ ടിൽ ടുഡേ ഇന്ത്യ ഹാസ് ബീൻ ദ ഹോംലാൻഡ് ഓഫ് റിലീജിയസ് ഡൈവേഴ്സിറ്റി എന്നാണ്. എല്ലാ വൈവിധ്യങ്ങളുടെയും ഒരു പൂന്തോട്ടം, എല്ലാവരും ചേർന്നു നടന്ന ഇന്ത്യ. ഇവിടെ സൂഫികളോ, ഇന്ത്യയിൽ വന്ന സൂഫികളുടെ ഒരു വലിയ പ്രത്യേകത, ഈ നാടിൻ്റെ സാംസ്കാരികമായ വൈപുല്യങ്ങൾക്ക് ഒരു മനോഹരമായ ഒരു പൂന്തോട്ടം സംഭാവന ചെയ്തവരാണ് ഇന്ത്യയിലെ സൂഫികൾ. അങ്ങനെ ഒരു സൂഫിയുടെ ചാരത്താണ് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, മഹാനായ മമ്പുറം തങ്ങളുടെ ചാരത്ത്. ആ മമ്പുറം തങ്ങളുടെ കണക്കുപിള്ളയായിരുന്നത്, അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നത്, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്ക് കാര്യസ്ഥനായി നിന്നത് കോന്തുനായരാണ്. കോന്തുനായരും മമ്പുറം തങ്ങളും. കപ്രക്കാട്ട കൃഷ്ണപ്പണിക്കർ ചില പ്രത്യേക സന്ദർഭത്തിൽ ജാതീയവും ജന്മീയവുമായ ചില പ്രത്യേക അവസ്ഥകളിൽ മാത്രമാണ് മമ്പുറം തങ്ങളും കപ്രക്കാട്ട കൃഷ്ണപ്പണിക്കരും തമ്മിൽ ഏറ്റുമുട്ടേണ്ടി വരുന്ന ഒരു ഘട്ടം വരുന്നത്. അത് ജന്മിത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടം, ജന്മിത്വത്തിനെതിരായി. അതേസമയം ഈ നാടിൻ്റെ സാംസ്കാരികമായ വൈവിധ്യങ്ങളോട് ചേർന്നു നടന്നയാളാണ് മഹാനായ മമ്പുറം തങ്ങൾ. ഖ്വാജ മുഈനുദ്ദീനുൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഇന്ത്യയുടെ വൈവിധ്യങ്ങളുടെ ഈ മനോഹാരിതയെക്കുറിച്ച് പറയുമ്പോൾ ഗാന്ധിജി തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൽ നിന്ന് പഠിച്ച കാര്യം ഇതാണ്, ഇന്ത്യയിൽ സ്നേഹം പകർന്നു തന്ന ഒരു പറ്റം സൂഫികളാണ് ഇന്ത്യയിലെ ഇസ്ലാമിൻ്റെ പ്രചാരകരെന്നാണ് ഗാന്ധിജി. മൈ അസോസിയേഷൻ ടു ദ നോബ്ലസ്റ്റ് മുസൽമാൻ has taught me that Islam has been spread not with sword but with the prayerful love of unbroken series of fakirs and Sufis. Unbroken series, മുറിയാത്തൊരു ശൃംഖല പോലെ കടന്നു വന്ന സൂഫിയുടെ സ്നേഹത്തിൻ്റെ സംഗീതമായിരുന്നു ഇന്ത്യയിലെ ഇസ്ലാം എന്നാണ്. ആ ഇസ്ലാമിന് അതേ സംഗീതവും ഉണ്ടായിരുന്നു. ഖാജ മുഈനുദ്ദീനെ പോലെ റഹിമഹുല്ലാഹ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അവരുടെ പർണശാലകളിൽ ഒഴുകിപ്പരന്ന സംഗീതത്തെക്കുറിച്ച് എൽ ഭാഷാം എന്ന പ്രഗത്ഭനായ ചരിത്രകാരൻ, ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയ ചരിത്രകാരൻ, അദ്ദേഹം പറയുന്നു, ഇന്ത്യയിലെ മുസിഷ്യന്മാർ, ഇന്ത്യയിലെ സംഗീതജ്ഞന്മാർ ചെയ്തിരുന്ന ഏറ്റവും വലിയ കാര്യം ഒരു കാലത്ത് ഇതായിരുന്നു, അവർ ഈ പർണശാലകളിൽ ചെന്നിരുന്നു പാട്ടുപാടിയിരുന്നു. The continued devotion of the musician to the Sufis, especially to Chishti Sufis, stimulated the system of Hindustani music എന്നാണ് എൽ ഭാഷാം പറഞ്ഞു വെച്ചത്. അവരവിടെ പോയി, എവിടെ? ഈ സൂഫിയുടെ പർണശാലകളിൽ, ചിശ്തി മഷായിഖുമാരുടെ പർണശാലകളിൽ ചെന്നിരുന്ന് പാട്ടുപാടിയതിൽ നിന്നാണ് ഹിന്ദുസ്ഥാനി സംഗീതം ഒരു നിലാവ് പോലെ ഇന്ത്യയുടെ ആകാശത്ത് നിന്ന് ഒഴുകിപ്പരന്നത് എന്ന് പറഞ്ഞു തരുന്നത് ഇന്ത്യയുടെ ചരിത്രത്തെ മനോഹരമായി എഴുതിയ പ്രഗത്ഭനായ ചരിത്രകാരൻ എൽ ഭാഷാമാണ്. ഞാൻ പറയുന്നത്, ഇങ്ങനെ ചേർന്നു പോയതാണ് ഇന്ത്യ. ഈ നാടിൻ്റെ ചരിത്രവും ഈ നാടിൻ്റെ സാഹിത്യവും അങ്ങനെയാണ്. ഈ നാട് പറഞ്ഞു തന്ന ഒരു വലിയ മനുഷ്യന്റെ ജീവിത ചരിത്രം എന്ന് എനിക്ക് പറയാൻ കഴിയില്ല, ഒരു ജീവിതം അത് പറഞ്ഞു തരികയാണ് രാമായണം. രാമന്റെ അയനം, രാമന്റെ വഴി. ആ രാമനും പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്. ശ്രീരാമൻ പറഞ്ഞതെന്താ? ഈ ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടമായത് ധർമ്മമാണ്. ധർമ്മോ ഹി പരമോ ലോകേ ധർമ്മേ സത്യം പ്രതിഷ്ഠിതം എന്നാണ്. ധർമ്മമാണ് ഏറ്റവും പ്രധാനം, അതിൽ സത്യം പ്രതിഷ്ഠിക്കണം. ആ രാമൻ ദയാപരനായ രാമനാണ്. ആ രാമൻ മര്യാദ പുരുഷൻ എന്ന് പറയാവുന്ന രാമനാണ്. ആ രാമൻ
വില്ലുകുലച്ചു നിൽക്കുന്ന രൗദ്രഭാവിയായ രാമനാക്കി മാറ്റപ്പെടുന്ന ആധുനിക കാലത്തിൻ്റെ ഇന്ത്യയിൽ നിന്ന് അതല്ല ശരി എന്ന് തിരിച്ചറിഞ്ഞൊരാൾ ഇവിടെ ഇരിക്കുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആനന്ദിപ്പിക്കുന്നത്. അതല്ല ശരി, മറിച്ച് ഇന്ത്യയുടെ സഹാനുഭൂതിയെ, ഇന്ത്യയുടെ സഹിഷ്ണുതയെ, ഇന്ത്യയുടെ ജീവിതത്തിൻ്റെ മനോഹാരിതയെ ഈ രാമനിൽ നിന്ന്, ഈ വാൽമീകിയിൽ നിന്നൊക്കെ പഠിക്കാൻ. മാനുഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമ യത് ക്രൗഞ്ചമിഥുനാത് ഏകം അവധീഹി കാമമോഹിതം. കാട്ടാള, നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും ശാശ്വതീകമായ സമാധാനം ലഭ്യമാകാതിരിക്കട്ടെ ഒറ്റ കാരണത്താൽ. യത് ക്രൗഞ്ചമിഥുനാത് ഏകം അവധീഹി കാമമോഹിതം. ക്രൗഞ്ചമിഥുനങ്ങൾ ചുണ്ണുരുമ്മി പ്രണയബദ്ധരായി നിൽക്കുമ്പോൾ അതിലെ ആൺകിളിയെ കൊന്നുകളയുന്നതിൻ്റെ തീരാവേദന കൊണ്ട്, വൈദവ്യത്തിൻ്റെ തീരാവേദനയാൽ ചിറകടിച്ചു കരയുന്ന ആ പെൺകിളിയുടെ കണ്ണുനീരിൻ്റെ മുമ്പിൽ നീ ജീവന്റെ എല്ലാ കാലത്തെയും നിത്യശാന്തിയിലേക്ക് പോകാത്ത വിധം നീ എന്നും ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയെടുത്താണ് രാമായണം. എത്ര വൈധവ്യങ്ങൾ, എത്ര അനാഥത്വങ്ങൾ! ഇതിൻ്റെയൊക്കെ പേരിൽ നടന്നിട്ടുള്ള എല്ലാ കലാപങ്ങളിലും നമ്മൾ കണ്ടത് ആ കണ്ണുനീരാണ്. ചോരപ്പുഴകളെക്കാളും വലിയ കണ്ണുനീരുകൾ. ആ കണ്ണുനീരുകൾ നമുക്ക് മതത്തിൻ്റെ പേരിൽ ചേർക്കേണ്ടതില്ല. അത് രാഷ്ട്രീയത്തിൻ്റെ ഭീകരതയായി, ദുഷ്ടലാക്കായി ഇന്നും നമ്മൾ കാണുന്നു. ഒരു ഭാഗത്ത് ഗസയുടെ മുനമ്പിലേക്ക് ഇങ്ങനെ തീരാത്ത ബോംബ് വർഷങ്ങൾ ഉണ്ടാകുമ്പോൾ കൊന്നുകളഞ്ഞേക്കൂ മുഴുവൻ കുഞ്ഞുങ്ങളെയും എന്ന് പറയുന്ന ഒരു ഒക്ടോബർ 7 ശേഷമുള്ള ഒരു പ്രസംഗമുണ്ട്. ഞാൻ ആ പ്രസംഗം ഞെട്ടലോടെ ഓർക്കാറുണ്ട്. Go to Amalek and destroy them all and their belongings and put them to death, men, women, children, infants. മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെയും കൂടി കൊന്നുകളഞ്ഞേക്കൂ എന്ന് പറഞ്ഞിട്ടാണ് സാക്ഷാൽ ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ സൈനികാംഗങ്ങളോട് പ്രസംഗിച്ചത്. അതുകൊണ്ട് ലോകത്തെ എല്ലാ മനുഷ്യർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. മാ വിദ്ദുഷാവഹൈ, ദൈവമേ ഞങ്ങൾക്കിടയിൽ ഒരു വിദ്വേഷം ഉണ്ടാവരുത്. അതാണ് പ്രാർത്ഥന. അതാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വച്ചതും അതാണ്. നിങ്ങളെല്ലാവരും കരുണ ചെയ്യുന്നത് വരെ നിങ്ങൾ സത്യവിശ്വാസത്തിന്റെ പൂർണ്ണതയിലെത്തില്ലെന്നൊരിക്കൽ പറഞ്ഞു. ലൻ തുഅ്മിനു ഹത്താ തർഹമു, നിങ്ങളെല്ലാവരും കരുണ ചെയ്യുന്നത് വരെ നിങ്ങൾ പൂർണ്ണ വിശ്വാസികളാവില്ല. അപ്പോൾ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടെ അനുയായികളുടെ ചോദ്യം ഇതായിരുന്നു: കുല്ലുനാ റഹീമുൻ യാ റസൂലല്ലാഹ്, ഞങ്ങളെല്ലാവരും കരുണ ചെയ്യുന്നവരല്ലോ, പിന്നെ എന്തേ അങ്ങ് ഉദ്ദേശിച്ചത്? അപ്പോൾ പറഞ്ഞു, ഇന്നഹു ലൈസ ബി റഹ്മത്തി അഹദിക്കും സാഹിബ, നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് ചെയ്യുന്ന കാരുണ്യത്തെക്കുറിച്ചല്ല, റഹ്മത്തുലില്ലാം സകലതിനോടും ചെയ്യുന്ന കാരുണ്യം. ഒരു മാടപ്രാവിനോട്, ഒരു നായയോട്. മക്കയിലേക്കുള്ള പ്രവാചകന്റെ പ്രവേശത്തിന്റെ മുമ്പിൽ ഒരു ചരിത്രകാരൻ തന്നെ ഇങ്ങനെയാണ് പറഞ്ഞു വച്ചത്. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കണ്ടത് ഇതാണ്: ഒരു നായ അതിൻ്റെ കുഞ്ഞുങ്ങളെ തേടിപ്പിടിക്കുന്ന ഒരു കാഴ്ച. അത് കണ്ടപ്പോൾ ആ സംഘാംഗങ്ങളെ മുഴുവനും അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, ആ നായക്ക് സമാധാനം കൊടുക്കൂ, എന്നിട്ട് പോകാം നമുക്ക് മുന്നോട്ട് എന്നാണ്. ഇതാണ് ദയാപരതയുടെ, ഇതാണ് മനുഷ്യത്വത്തിൻ്റെ, ഇതാണ് കാരുണ്യത്തിൻ്റെ, ഇതാണ് എല്ലാ മതങ്ങളുടെയും സത്തയായി നിലനിൽക്കുന്നത് എന്ന ബോധ്യത്തിൽ നിന്നാണ് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, കേരളം കണ്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ ഒരു ആശയത്തിൻ്റെ തണലിൽ, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഘമായിട്ടുള്ള സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ തണലിൽ CH ഐദ്രോസ് മുസ്ലിയാരെ പോലെ, MM ബഷീർ മുസ്ലിയാരെ പോലെ, അഭിയന്തനായ ബാപ്പുട്ടി ഹാജിയെ പോലെ, അതിനൊക്കെ ശേഷം അതിൻ്റെ നെടുനായകത്വം വഹിച്ച മഹാനായ സൈനുൽ ഉലമ ചെർശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നവ്വറല്ലാഹു മറാഖിദഹും, ഇവരെയൊക്കെ പോലെ നമുക്ക് മുന്നേ നടന്ന മഹാമനീഷിമാരുടെ ജീവിതത്തിൻ്റെ സംശുദ്ധിയുടെ വഴിയടയാളങ്ങൾ തിരിച്ചറിഞ്ഞു പോകുന്ന ഒരു സംഘമാണ് ദാറുൽ ഹുദയുടെ മക്കൾ. അവരിന്ന് ബീഹാറിൽ, ആസാമിൽ, അങ്ങനെ എല്ലായിടങ്ങളിലും, ബീഹാറിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച പോയിരുന്നു. എൻ്റെ കണ്ണു നിറഞ്ഞു കണ്ട ഒരു കാഴ്ചയുണ്ട്. ആ ഗ്രാമങ്ങളിൽ ഏതോ പാടങ്ങളിൽ കഴിഞ്ഞു പോകേണ്ടിയിരുന്ന ജീവിതങ്ങളെ കൊണ്ടുവന്ന് പഠിപ്പിച്ചെടുത്തിട്ട് അവർ 8 വർഷവും 9 വർഷമൊക്കെ ആകുമ്പോൾ ഞാൻ അവരുടെ മുമ്പിൽ നിന്ന് ചോദിച്ചു, ഡു നോ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി? ആ കുട്ടികൾ തലകുലുക്കിയിട്ട് പറഞ്ഞു, ഡു നോ സയ്യിദ് PMS പുക്കോയത്തങ്ങൾ? ആ കുഞ്ഞു മക്കളുടെ കണ്ണ് കലങ്ങിയ പോലെ അവർ പറഞ്ഞു, വി നോ. ഡു നോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ? അവർ പറഞ്ഞു, വി നോ. അങ്ങനെ പറയിപ്പിക്കാൻ, അങ്ങനെ ഒരു വിദ്യാഭ്യാസത്തിന്റെ പുതിയ ജാഗരണത്തിന്റെ കാലം തുറക്കാൻ
ബീഹാറിൽ കിഷൻഗഞ്ചിൽ കുർത്തുബ എന്ന പേരിൽ സംവിധാനം ഒരുങ്ങുമ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഈ വലിയ വിദ്യാഭ്യാസ സംവിധാനം ഇത് ഈ നാടിന് നേരു പറയാനുള്ളതാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിജയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്പം ദീർഘമായെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ